കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഓർ ഡിഫെക്ട്സ് ഇൻ സോളിഡ്സിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോൾ ആ ഒരു ചർച്ചയിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഓർ ഡിഫെക്ട്സ് ഇൻ സോളിഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്: point defects and line defects. Point defect is of three types: stoichiometric defect, impurity defect and non-stoichiometric defect. ഇന്ന് we are going to discuss about non-stoichiometric defects. You know, non-stoichiometric defects are defects which disturbs the stoichiometry of the crystal. ക്രിസ്റ്റലിൻ്റെ സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്ന ഡിഫക്റ്റാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റലിന് സ്റ്റോഷിയോമെട്രി നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ ഉള്ളത്, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് NaCl, അതിൻ്റെ ഒരു ചെറിയ ക്രിസ്റ്റൽ നമ്മൾ എടുത്താൽ ഒരു 1000 Na+ഉം 1000 Cl- ഉള്ള ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ ഒരു Na+ നഷ്ടപ്പെട്ടാൽ അതോടുകൂടി അവിടെ 1000 Cl- ഉണ്ടെങ്കിലും 999 Na+ കാണും. അതുകൊണ്ട് റേഷ്യോ ഈസ് നോട്ട് 1:1. ഇത്തരത്തിൽ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ നഷ്ടപ്പെട്ടിട്ടുള്ള ഡിഫക്റ്റിനെയാണ് നാം പൊതുവെ എന്ത് വിളിക്കുന്നത്? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. ഇത് രണ്ട് തരത്തിലുണ്ട്: മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഒരുപക്ഷെ മെറ്റൽ അധികം വരാം, അതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ചിലപ്പോൾ മെറ്റൽ കുറവ് വരാം, അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇപ്പോൾ NaCl-ൽ Na-യുടെ സോഡിയം എന്ന മെറ്റലിൻ്റെ എണ്ണം കൂടുതൽ Cl- എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റൽ ഡെഫിഷ്യൻസി. കൂടുതലെങ്കിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അതല്ല, കുറവെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസീസ്. നന്നായി ശ്രദ്ധിക്കണം, ഡ്യൂ ടു ആനയോണിക് വേക്കൻസീസ്. ആനയോണിൻ്റെ വേക്കൻസി കാരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ആനയോണിക് വേക്കൻസീസ്? നിങ്ങൾക്കറിയാം, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ എടുത്താൽ NaCl, സേ ഫോർ എക്സാമ്പിൾ NaCl, ലിഥിയം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈഡോ ഏതുമാവാം. ഞാനൊരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ എടുത്താൽ അതിൽ ലാർജ് നമ്പർ ഓഫ് Na+ ആൻഡ് Cl- അയോൺസ് ആർ ദർ. ഈ Na+ഉം Cl- ചേർന്ന ഈ ഒരു ക്രിസ്റ്റലിൽ കഴിഞ്ഞ ദിവസം വരച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇത് ഓപ്പോസിറ്റ് ആയിരിക്കണം അടുത്തത് എന്നത്. ഇങ്ങനെ Na+, Cl-, Na+, Cl- അടങ്ങിയ ഒരു ക്രിസ്റ്റൽ. ഞാനിപ്പോൾ NaCl ക്രിസ്റ്റലിനെ നമുക്ക് കാണാവുന്ന തരത്തിൽ അല്പം ദൂരെയായി വരച്ചിരിക്കുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ ഒരു ക്രിസ്റ്റൽ എന്ന് കരുതുക. ഈ ക്രിസ്റ്റലിലുള്ള അയോണുകളാണ് ഇവയെല്ലാം. ഞാൻ ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ, സോഡിയം വേപ്പർ അതിൻ്റെ സാന്നിധ്യത്തിൽ നാം ഹീറ്റ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? ശ്രദ്ധ വേണം. ഇവിടെ നിന്ന് നമുക്ക് കാണാം, ഇവിടെ സോഡിയം എന്ന മെറ്റൽ വരുന്നതോടുകൂടി ഈ സോഡിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു Cl- എന്ന നെഗറ്റീവ് അയോൺ, ആനയോൺ, അത് മെല്ലെ ഡിഫ്യൂസ് ഔട്ട് ചെയ്ത് മുകളിലേക്ക് എത്തും. അങ്ങനെ ആനയോൺ ഡിഫ്യൂസ് ഔട്ട് ചെയ്ത് മുകളിലേക്ക് എത്തുകയും ഈ സോഡിയം ആട്ടം Na++1 ഇലക്ട്രോൺ ആയി മാറുകയും ഈ Na+ഉം Cl- ഡിഫ്യൂസ് ചെയ്ത് വന്നതും തമ്മിൽ ചേർന്ന് NaCl ആയി മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സോഡിയം ആറ്റങ്ങളുണ്ട്. ഞാൻ ഒരാളുടെ കേസ് മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ ക്രിസ്റ്റലിൻ്റെ പല സ്ഥലത്തും ആനയോണുകൾ മുകളിലേക്ക് എത്തി അല്ലെങ്കിൽ ഡിഫ്യൂസ് ഔട്ട് ചെയ്ത് കാറ്റയോണുമായി ചേർന്നിട്ട് അവിടെ ഒരു ന്യൂട്രൽ മോളിക്യൂൾ രൂപപ്പെടും.
ഫലം ഇവിടെ നിന്ന് Cl- പോയിരിക്കുന്നു. Cl- ആണ് അങ്ങോട്ട് പോയത്. ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ മറ്റൊരു തരത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരും. നോക്കൂ, അതിങ്ങോട്ട് ഇറങ്ങി. സോ ആനിയോൺ പോയ ഗ്യാപ്പിലേക്ക് ഈ ഇലക്ട്രോൺ വന്നു. അങ്ങനെ ഇലക്ട്രോൺ അവിടെ പ്ലേസ് ആകും. ഫലത്തിൽ പ്ലസ് മൈനസ് ആ ഒരു പ്രോബ്ലം പരിഹരിക്കപ്പെട്ടു. എനിവേ, ഇവിടെ നോക്കൂ, ഈ ക്രിസ്റ്റലിൽ നിലവിൽ ഒരു Cl- വേണ്ട ഇടത്ത് ഇപ്പോൾ ഉള്ളത് ഒരു ഇലക്ട്രോൺ അല്ലേ? അങ്ങനെ വന്നപ്പോൾ ആനയോണിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലം, ആനയോണിക് വേക്കൻസി രൂപപ്പെട്ടു. അവിടേക്കൊരു ഇലക്ട്രോൺ ഡിഫ്യൂസ് ഔട്ട് ചെയ്തു വന്നു. ഈ സെന്ററിനെ, സ്ഥലത്തെ നാം വിളിക്കുന്ന പേര് ഫാർബൻ സെന്റർ എന്നാണ്. ജർമ്മൻ വേർഡാണ് ഫാബൻ. അതിനർത്ഥം കളർ പ്രൊഡ്യൂസിങ്. അപ്പോൾ കളേർഡ് സെന്റർ എന്നാണ്. അങ്ങനെ ഫാബൻ സെന്ററിലേക്ക്, കളർ സെന്ററിലേക്ക് ഈ ഇലക്ട്രോൺ ഡിഫ്യൂസ് ഔട്ട് ചെയ്തെത്തി. ഇത്തരത്തിൽ ഇലക്ട്രോൺ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഉള്ളതുകൊണ്ട് ഇതിന് എനർജി കിട്ടുമ്പോൾ അത് എക്സൈറ്റ് ചെയ്യപ്പെടുകയും എനർജി ലോസ് ആവുമ്പോൾ അത് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതിന് കിട്ടിയ എനർജി അത് കളറായിട്ട് പുറത്തേക്ക് വിടും. അതുകൊണ്ട് ഈ ക്രിസ്റ്റലിന് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ വെൻ ഹീറ്റഡ് വിത്ത് സോഡിയം മെറ്റൽ, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ വെൻ ഹീറ്റഡ് വിത്ത് സോഡിയം മെറ്റൽ ഗീവ്സ് യെല്ലോ കളർ. അങ്ങനെ മഞ്ഞ നിറമായി ഇത് മാറുകയും ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ഫാബൺ സെന്റേർഡ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ആണ് അതിന് കാരണം. ഇവിടെ നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് കരുതട്ടെ. ഞാൻ കാണിച്ചതിൽ ഒരു ആനയോണിനെ മാത്രമാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചത്. ക്രിസ്റ്റലിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ ആനിയോണിക് വേക്കൻസികൾ എറൈസ് ചെയ്യപ്പെടുകയും അവിടേക്ക് ഇലക്ട്രോണുകൾ ഡിഫ്യൂസ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. എക്സസ് എന്ന് പറയാൻ കാരണം സോഡിയത്തിന്റെ അയോൺ, മെറ്റൽ അയോണിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മെറ്റൽ അയോൺ അവിടെയുണ്ട്, Cl- പോയി കഴിഞ്ഞിരിക്കുന്നു. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ്. ആനിയോൺ ആണ് ഇവിടെ വേക്കൻ്റ് ആയത്. യു ഗോട്ട് ഇറ്റ്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം മെറ്റൽ ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കളർ ഡെവലപ്പ് ആകുന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് കാണാൻ കഴിയുന്നത്? സോ ഫോർ സച്ച് എ ക്വസ്റ്റ്യൻ our answer is, when sodium chloride crystal is heated with the sodium vapor, chloride anion diffuses out and combines with the sodium ion to give NaCl. The released electron from sodium atom reaches there into the anionic vacancy, and this is called Fabin center. The presence of this electron, which can excite and return, gives color to the crystal. Sodium chloride develops yellow color. Similarly, lithium chloride, when heated with lithium, develops pink color. And potassium chloride, when heated with potassium, develops violet or lilac color. അപ്പോൾ വയലറ്റ് കളറാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈലാക്ക് കളറാണ്. സോ 3 ക്രിസ്റ്റലുകളുടെ ഈ ആനിയോണിക് വേക്കൻസി കൊണ്ടുണ്ടാകുന്ന 3 കളറുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. സോഡിയം ക്ലോറൈഡ് ഡെവലപ്സ് യെല്ലോ കളർ, ലിഥിയം ക്ലോറൈഡ് ഡെവലപ്സ് പിങ്ക് കളർ, പൊട്ടാസ്യം ക്ലോറൈഡ് ഡെവലപ്സ് വയലറ്റ് കളർ വെൻ ഹീറ്റഡ് വിത്ത് their own metal. So that's all about metal excess defect due to anionic vacancies. എന്നാൽ രണ്ടാമതൊരു തരം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ട്. ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ. ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി പോലെ തന്നെ സെക്കൻഡ് വൺ ആണ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ. ശ്രദ്ധിക്കണം, എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ. എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അധികം കാറ്റയോൺ ഉണ്ടാവുക. എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ. നോക്കൂ, സിങ്ക് ഓക്സൈഡ്, ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. സിങ്ക് ഓക്സൈഡിൽ ആരാണുള്ളത്? Zn2+ O2- ഇതാണ് സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ. ലക്ഷക്കണക്കിന് Zn2+ O2- ഉള്ള ക്രിസ്റ്റൽ. എന്നാൽ ഇതിനെ നാം ഹീറ്റ് ചെയ്യുമ്പോൾ, വെൻ ഹീറ്റഡ്
സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് Zn2+ ആയും ½ ആയും പ്ലസ് ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോണുകളും ലോസ് ചെയ്തേക്കാം. നോക്കൂ, ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്തപ്പോൾ Zn2+ ആയി ഓക്സിജൻ ഗ്യാസിനെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ക്രിസ്റ്റലിൽ നിന്ന് ഓക്സിജൻ ഗ്യാസ് ആണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഓക്സിജൻ ഗ്യാസ് പോകുന്നതിന് റെസ്പോൺസിബിൾ ആരാണ്? O2- ആണ്. അപ്പോൾ O2- പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരു ഇലക്ട്രോൺ അധികം റിലീസ് ആക്കപ്പെടും. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ഇവിടെ, ഞാൻ ആ ഇലക്ട്രോണിനെ കാണിക്കാൻ എങ്ങനെ ചെയ്തത്, ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ഈ എക്സസ് ഇലക്ട്രോൺ, ഇത് ശരിക്കും 2 ഇലക്ട്രോണുകൾ ഉണ്ടാവുമല്ലോ 2+ ആയതുകൊണ്ട്, ഈ 2 ഇലക്ട്രോണുകൾ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഉണ്ട്. അങ്ങനെ ഓക്സൈഡ് അയോൺ ലോസ് ആയാൽ ഇവിടെ ആര് അവിടെ നിലനിൽക്കുന്നു? Zn2+. ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 10,000 Zn2+ഉം O2- ഉള്ള ഒരു ക്രിസ്റ്റലിൽ നാം ഹീറ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ ആണ് സംവൺ ലോസ് ആയത്. 10,000 Zn2+ ഈസ് സ്റ്റിൽ ദർ. ഇപ്പോൾ 1-2 ലോസ് ആയി കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാറ്റയോൺ വിൽ ബി, നോക്കൂ, ഈ കാറ്റയോൺ എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ വരുന്നതിന് റീസൺ മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള ഈ ഒരു എക്സ്ട്രാ കാറ്റയോൺ ഉണ്ടാകുന്നതോടൊപ്പം ഉള്ള ഇലക്ട്രോണിന്റെ സാന്നിധ്യം ഇതിന് കളർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ സിങ്ക് ഓക്സൈഡ് വൈറ്റ് ആണ്, ഹീറ്റ് ചെയ്യുമ്പോൾ അതും യെല്ലോ കളറിൽ നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഇലക്ട്രോൺ, ബട്ട് ഓക്സിജൻ റിലീസസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഇവിടെ Zn2+ ഈസ് ഇൻ എക്സസ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദ ക്രിസ്റ്റൽ. ഗഡി ഇങ്ങനെ 2 തരത്തിലാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽപ്പെട്ട ഒന്നാമത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഡെഫിഷ്യൻസി എന്ന പദത്തിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, കുറവ്. അപ്പം മെറ്റൽ കുറവുള്ള ഡിഫക്റ്റ്, സേ ഫോർ എക്സാമ്പിൾ നോക്കൂ, FeO അയൺ ഓക്സൈഡ്. ഈ അയൺ ഓക്സൈഡിൽ Fe2+ഉം O2- ക്രിസ്റ്റൽ രൂപപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ അയൺ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഹൗ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു 10,000 അല്ലെങ്കിൽ 1,000 or 100, ഒരു 100 FeO ക്രിസ്റ്റലിൽ എത്ര Fe2+ ഉണ്ടായിരിക്കും? 100. എത്ര O2- ഉണ്ടായിരിക്കും? 100. പക്ഷേ ചിലരെങ്കിലും ഈ Fe2+ൽ Fe3+ കാണിക്കാൻ കഴിവുള്ളവരുണ്ടാകുമല്ലോ. അപ്പോൾ ഈ 100 എണ്ണത്തിൽ 98 എണ്ണം Fe2+ഉം 2 എണ്ണം Fe3+ഉം ആണെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് കാണാം 98 എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം വാലൻസി എന്ന് പറയുന്നത് 98 × 2 196. ഇത് 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2, 3, 6. അപ്പൊ 202 ആയി വാലൻസി. 202 ഇത് വാലൻസി ആകുമ്പോൾ 202 ആകുമ്പോൾ ഇതിന്റെ സ്റ്റോഷിയോമെട്രി തെറ്റല്ലേ? ഇത് എത്രണ്ണേ ഉള്ളൂ? 100 എണ്ണേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാലൻസിക്ക് സ്റ്റോഷിയോമെട്രിക്ക് കൃത്യതയില്ല. അത് കൃത്യമാക്കി നമ്മൾ അളന്നെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് Fe.96O എന്നൊക്കെയാണ്. Fe1O1 എന്ന് കിട്ടേണ്ടത് Fe.96 ആൻഡ് O1 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ ബാലൻസ് തെറ്റിയത് നിങ്ങൾ കണ്ടുവോ? ഇവൻ ഡിഫറൻറ്റ് വേരിയബിൾ വാലൻസി കാണിച്ചതാണത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ മെറ്റൽ ആവശ്യത്തിൽ വേണ്ടിയിരുന്നതിനേക്കാൾ കുറയുന്നതിന് ഹയർ വാലൻസി കാരണമാകുന്നു. സച്ച് ഡിഫക്റ്റ് causes a deficiency of metal in the crystal and is called metal deficiency defect. ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാണിക്കുന്ന ഒന്ന് ഞാനിവിടെ എഴുതി വെച്ച FeO ആണ്. പൊതുവെ Fe.96O എന്നോ അത് ഒരു കൃത്യമായ കണക്കല്ല, 0.93 to 0.97 വരെയൊക്കെ അത് കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരു റേഞ്ചാണ്. സോ ഇറ്റ് ഈസ് സോ കാൾഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഡിഫക്റ്റ് ഇൻ എ മെറ്റാലിക് ക്രിസ്റ്റൽ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് മെറ്റൽ അയോൺസ്. അതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയ ആ ഒരു
ഡിഫെക്ട്സ് ഇൻ സോളിഡ്സ് ഓർ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനമാണ് ആയത് തീരുകയാണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാനുള്ളത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നമുക്കറിയാം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റിയെ ബേസ് ചെയ്ത് സോളിഡുകളെ നാം 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോളിഡ്സ് ആർ ഓഫ് 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ റേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റീസ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണല്ലോ. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി. ഈ ബേസ്ഡ് ഓൺ ദ കണ്ടക്ടിവിറ്റി നാം സോളിഡുകളെ 3ആയി തരംതിരിച്ചതിൽ ഒന്നാണ് കണ്ടക്ടേഴ്സ്. Substances which permits electricity to pass through it are called conductors. Substances which permits electricity to pass through it are called conductors. നമുക്ക് ചുറ്റും ഒരുപാട് കണ്ടക്ടറുകളുണ്ട്. കോപ്പർ വയർ കോപ്പർ കണ്ടക്ടറാണ്, അയൺ കണ്ടക്ടറാണ്, അലൂമിനിയം, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അങ്ങനെ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണ്? Their conductivity ranges from 10⁻⁴ to 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. സോ 10⁻⁴ to 10⁻⁷. മറ്റൊന്നാണ് സെമി കണ്ടക്ടേഴ്സ്. Substances which permits electricity partially to pass through it are called semiconductors. Substances which permits electricity to pass through it partially permits electricity to pass through it, they are called semiconductors. അതിന് ഉള്ള ഒരു കണ്ടക്ടിവിറ്റി റേഞ്ചാണ് 10⁻⁴ മുതൽ താഴോട്ട് 10⁻⁻�6 വരെ. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. വളരെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടറുകൾ ജർമേനിയവും സിലിക്കണും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജർമേനിയം, സിലിക്കൺ പോലുള്ള സെമി കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി റേഞ്ച് ഈസ് ദർ വിത്ത് 10⁻⁴ to 10⁻⁻�6 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. And third one is insulator. Substances which do not conduct electricity are called insulators. Example, wood, rubber, plastic, all these are example for insulators. The conductivity range of insulators is in between 10⁻⁻10 to 10⁻⁻20 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. വളരെ താഴ്ന്ന കണ്ടക്ടിവിറ്റി റേഞ്ചാണ് അവയ്ക്കുള്ളത്. അതുകൊണ്ട് ദേ ആർ ഇൻസുലേറ്റേഴ്സ്. അവർക്ക് കണ്ടക്ഷൻ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കണ്ടക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിൽ ഉള്ള സോളിഡുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബാൻഡ് തിയറി ഉപയോഗിച്ചാണ്. ശ്രദ്ധിക്കണം, എന്താണ് ബാൻഡ് തിയറി പറയുന്നത്? ബാൻഡ് തിയറി ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. നമുക്കറിയാം മോളിക്കുലാർ ഓർബിറ്റൽ തിയറി +1 നമ്മൾ പഠിച്ചപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്നാൽ 2 മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. അതിൽ ഒന്ന് നമുക്കറിയാം, അത് സിഗ്മ 1s ചേരുമ്പോൾ നമ്മൾ പറഞ്ഞത് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. സിഗ്മ 1s എനർജി കുറവാണ്, സിഗ്മ സ്റ്റാർ 1s എനർജി കൂടുതലാണ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകൾക്ക് എനർജി കുറവും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുകൾക്ക് എനർജി കൂടുതലുമാണ്. അപ്പോൾ നമ്മളൊരു 50 1s 50 1s തമ്മിൽ ഒരു ക്രിസ്റ്റലിൽ ഉള്ള ആറ്റങ്ങളുടെ 1sകൾ തമ്മിൽ ചേർന്നാൽ 50 സിഗ്മ 1s 50 സിഗ്മ സ്റ്റാർ 1s ഉണ്ടാകുന്നത്. ഇതിൽ സിഗ്മ സ്റ്റാർ 1s എനർജി കൂടുതലും സിഗ്മ 1s എനർജി കുറവുമാണ്. നമുക്കറിയാം ഇവിടെ ബാൻഡ് തിയറി പറയുന്നത് ഒരു ക്രിസ്റ്റലിൽ ഉള്ള ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ചേർന്ന് ഓൾമോസ്റ്റ് സെയിം എനർജിയുള്ള ഒരു ബാൻഡ്, ഒരു റേഞ്ച് ഓഫ് ഓർബിറ്റലുകൾ ഉണ്ടാകും. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽ മറ്റൊരു അറ്റോമിക് ഓർബിറ്റലുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം എനർജിയുള്ള, ഇപ്പൊ സിഗ്മ 1s ഉള്ള 50 എണ്ണം ഉണ്ട്. അങ്ങനെ സിഗ്മ 1s ഉള്ള 1 അല്ല 50ഓളം ഈ ഒരു ഓർബിറ്റലുകൾ അതിലുണ്ട്. ഇതാണ് ബാൻഡ് എന്നറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് സെയിം എനർജിയുള്ള മോളിക്കുലാർ ഓർബിറ്റലുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? എ ബാൻഡ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അപ്പോൾ അതാണ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട്
നാം കാണുന്ന ഏതൊരു മെറ്റലും അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിനും അതിന് ഏറ്റവും പുറത്തായിട്ടുള്ള ഏറ്റവും എനർജി കൂടിയ ഒരു ബാൻഡുണ്ട്. നമ്മൾ ഉള്ളിലേക്കുള്ള ആറ്റത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും പറയുന്നില്ല. ഏറ്റവും പുറത്ത് ഏറ്റവും എനർജി കൂടിയ ബാൻഡ്, അതിനെ പൊതുവെ നാം വിളിക്കുന്ന പേര് വാലൻസ് ബാൻഡ് എന്നാണ്. എന്താ വിളിച്ചത്? വാലൻസ് ബാൻഡ്. എന്താ വാലൻസ് ബാൻഡ്? വാലൻസ് ഇലക്ട്രോൺസ് നമുക്കറിയാം. ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഇലക്ട്രോണുകളാണല്ലോ വാലൻസ് ഇലക്ട്രോണുകൾ. അതേപോലെ ഈ മോളിക്കുലാർ ഓർബിറ്റലുകളിൽ കാണപ്പെടുന്ന ഈ ക്രിസ്റ്റലിൽ ആട്ടങ്ങൾ തമ്മിൽ, അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന ഏറ്റവും എനർജിയുള്ള പുറത്ത് എന്ന് നമുക്ക് വിളിക്കാവുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. അപ്പോൾ വാലൻസ് ബാൻഡ് ഇലക്ട്രോണുകളാണ് നമുക്കറിയാം ഏതൊരാളുടെയും ഏറ്റവും പുറത്തുള്ളത്, ഏറ്റവും എനർജിയുള്ളത്. ബാൻഡ് തിയറി പറയുന്നത് ഇൻ കണ്ടക്ടേഴ്സ്, നന്നായി ശ്രദ്ധിക്കണം, കണ്ടക്ടറുകളുടെ കേസിൽ നിങ്ങൾക്ക് ബോർഡിലേക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, കണ്ടക്ടറുകളുടെ കേസിൽ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, എല്ലാവർക്കും വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ടറുകൾക്ക് മാത്രമല്ല, ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിനും ഒക്കെ ഉണ്ട്. ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് എനർജി ഏറ്റവും കൂടിയതാണ്. ഞാനിവിടെ എനർജി എന്ന് കാണിച്ചോട്ടെ. ഇതും തൊട്ട് മുകളിൽ, വാലൻസ് ബാൻഡിന് പുറത്ത് യഥാർത്ഥത്തിൽ എന്തില്ല, ഇലക്ട്രോണുകളുള്ളൊരു ബാൻഡൊന്നുമില്ല. പക്ഷെ തൊട്ടു മുകളിൽ ഉള്ള ഒരു എനർജി ബാൻഡ് നമുക്ക് മനസ്സിൽ കാണാം. ഈ എനർജി ബാൻഡ്, തൊട്ടു മുകളിലുള്ള എനർജി ബാൻഡും, ഞാൻ തൊട്ടു മുകളിലുള്ള ഒരു എനർജി ബാൻഡ് കാണിക്കുകയാണ്. ശരിക്കും ഇങ്ങനെയൊരു ഇതിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുന്നത്? കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡും ഈ വാലൻസ് ബാൻഡും തമ്മിൽ രണ്ട് ബാൻഡുകൾ, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, ഇവ തമ്മിൽ എനർജി ഗ്യാപ്പ് ഇല്ല. അവ ഒന്നൊന്നിനോട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നു. തൽഫലമായിട്ട് വാലൻസ് ബാൻഡിൽ ഉള്ള ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എളുപ്പത്തിൽ ആക്സസ് ഉണ്ട്, കയറിപ്പോവാൻ കഴിയും. അതുകൊണ്ടാണ് കണ്ടക്ടറുകൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത് എന്നാണ് ബാൻഡ് തിയറി പറയുന്നത്. എന്നാൽ സെമി കണ്ടക്ടറുകളുടെ കേസിൽ വാലൻസ് ബാൻഡ് ഇതാണെന്ന് കരുതുക. എന്നാൽ വാലൻസ് ബാൻഡും ഈ കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ, ഇത് വാക്കൻ്റ് ആയിട്ടുള്ള എം ടി ബാൻഡാണ്, മറക്കരുത്, എം ടി ആണ്, കാലിയാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇതും തമ്മിൽ എനർജി ഗ്യാപ്പ് ഉണ്ട്, എന്നാൽ ചെറിയ ഗ്യാപ്പാണുള്ളത്. ഈ എനർജി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്, ഈ എനർജി ഗ്യാപ്പ് ചെറുതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില ഇലക്ട്രോണുകൾക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയും. ചൂടാക്കുമ്പോഴൊക്കെ കൂടുതൽ എണ്ണത്തിന് കഴിയും. അതുകൊണ്ടാണ് ചൂടാക്കുമ്പോൾ കണ്ടക്ഷൻ കൂടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാം. അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. അപ്പൊ ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, വാലൻസ് ബാൻഡ് ആൻഡ് empty conduction band have small energy gap. Hence, some of the valence electrons can reach into conduction band. Hence, it partially conducts electricity. Now, what about insulators? എന്താണ് ഇൻസുലേറ്ററുകളെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? ഇൻസുലേറ്ററുകളിലും നേരത്തെ പറഞ്ഞ പോലെ വാലൻസ് ബാൻഡ് ഉണ്ട്. ഈ വാലൻസ് ബാൻഡും അതേപോലെ കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് അത് വളരെ വലുതാണ്. നോക്കൂ, ഇതിനെ നമ്മൾ ഫോർബിഡൻ സോൺ എന്നൊക്കെയാണ് പറയാറുള്ളത്. ഒരു നിലയ്ക്കും ഈ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായതുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ എങ്ങനെ ചാടിയാലും, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ എങ്ങനെ ചാടിയാലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് ഇൻസുലേറ്ററുകൾക്ക് ഈവൻ നമ്മൾ ചൂടാക്കിയാൽ പോലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ കഴിയില്ല. അപ്പൊ ബാൻഡ് തിയറി പറഞ്ഞ 3 കേസുകൾ ഞാൻ ഇതിന് 3 ചുറ്റും കാണിച്ചിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ബാൻഡ് തിയറി, in conductors, valence band and conduction band are overlapping. Hence, valence electrons can easily move into conduction band. Hence, it conducts electricity. But for semiconductors, valence band and conduction band have small gap. Hence,
all electrons cannot reach into conduction band. Hence, it partially permits electricity to pass through it. But in insulators, there is a large or big gap between valence band and conduction band. No electron from valence band can reach into conduction band. Hence, it cannot conduct electricity. ഇതാണ് ബാൻഡ് തിയറി എന്നറിയപ്പെടുന്നത്. നേരത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 3 നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചേക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇവിടെ നാം സെമി കണ്ടക്ടറുകൾ നമ്മൾ പറഞ്ഞു, എ സ്മോൾ ഗ്യാപ്പ് ഈസ് ദർ ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. ഹെൻസ് സം ഓഫ് ദ ഇലക്ട്രോൺസ് ക്യാൻ റീച്ച് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ്. ഹെൻസ് ഇറ്റ് പാർഷ്യലി കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ഇന്ന് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന 2 സെമി കണ്ടക്ടറുകളാണ് ജർമേനിയവും സിലിക്കോണും. ദ 2 മെയിൻലി യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആർ ജർമേനിയം ആൻഡ് സിലിക്കോൺ. 14ാം ഗ്രൂപ്പ് എലമെന്റുകളായ ജർമേനിയത്തിന്റെയും സിലിക്കണിന്റെയും ഒരു ആറ്റത്തെ നിങ്ങൾ പരിശോധിച്ചാൽ ഇൻ ദർ ഔട്ടർ മോസ്റ്റ് ഷെൽ ദേ ഹാവ് 4 ഇലക്ട്രോൺസ്. ഈ 4 ഇലക്ട്രോണുകൾ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുക്കുമ്പോൾ ആ ക്രിസ്റ്റലിൽ 100 കണക്കിന് 1000 കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ജർമേനിയം ആറ്റങ്ങൾ അല്ലെങ്കിൽ സിലിക്കൺ ആറ്റങ്ങൾ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ള സിലിക്കണിൻ്റെ ഒരു ആറ്റത്തിനെയും അതിൻ്റെ നൈബറിംഗ് ആറ്റങ്ങളെയും കുറച്ച് വലുതാക്കി കാണിക്കുകയാണ്. യുനോ ഇൻ സോളിഡ്സ് മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനിങ്ങനെ കാണിക്കാം. എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. നൗ ലുക്ക് അറ്റ് ദ സെന്റർ വൺ. ഈ നടുവിലുള്ളവനെ ശ്രദ്ധിക്കൂ. ഇത് ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും, സിംഗിൾ ബോണ്ട്. ഇവിടെ ഒന്ന് സിംഗിൾ ബോണ്ട്, ഇവിടെ ഒന്ന് സിംഗിൾ ബോണ്ട്, ഇവിടെ ഒന്ന് സിംഗിൾ ബോണ്ട്. അങ്ങനെ ഒക്ടറ്റിലെത്തും. അങ്ങനെ 1 2 1 2 1 2 1 2. ദ മിഡിൽ സിലിക്കൺ ഇൻ ദ ഫിഗർ അറ്റൈൻസ് ഒക്ടറ്റ് ബൈ ഷെയറിംഗ് 1 ഇലക്ട്രോൺ ഈച്ച്. ഇങ്ങനെയാണ് സിലിക്കൺ ക്രിസ്റ്റൽ നിലനിൽക്കുന്നത്. ഇൻ പ്യുവർ സ്റ്റേറ്റ് ജർമേനിയവും സിലിക്കണും ഒക്കെ ഇങ്ങനെയാണ്. ദർ ഈസ് നോ ഫ്രീ ഇലക്ട്രോൺ. ഹെൻസ് ഇറ്റ് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ആക്ച്വലി സെമി കണ്ടക്ടറുകളായി നമ്മൾ ഉപയോഗിക്കുന്ന ജർമേനിയവും സിലിക്കണും പ്യുവർ സ്റ്റേറ്റിൽ ദ നെവർ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. Hence, in such cases, in pure states, they are called intrinsic semiconductors. ശുദ്ധമായ അവസ്ഥയിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത സെമി കണ്ടക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എന്നാൽ ഇവരുടെ കണ്ടക്ഷൻ കൂട്ടാൻ നമുക്ക് 2 വഴികളാണുള്ളത്. അതിലൊന്നാണ് ഹീറ്റിംഗ്, ചൂടാക്കിയാൽ മതി. ചൂടാക്കുമ്പോൾ ചില ഇലക്ട്രോണുകളൊക്കെ എനർജി സ്വീകരിച്ചിട്ട് ഇവിടെ നിന്നും നീങ്ങും. തൽഫലമായിട്ട് അവയുടെ കണ്ടക്ഷൻ, ഫ്രീ ഇലക്ട്രോൺ വരുന്നതോടുകൂടി കണ്ടക്ഷൻ കൂടും. അപ്പം ബട്ട് ഹീറ്റിംഗ് ഈസ് നോട്ട് എ മോർ എഫിഷ്യൻറ്റ് വൺ. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡൊന്നുമല്ല ഹീറ്റിംഗ്. ഓൾ ടൈം എല്ലായ്പ്പോഴും ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതെപ്പോഴും സാധ്യമാവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വൺ, അതാണ് വളരെ പ്രധാനം. ഇറ്റ് ഈസ് കോൾഡ് ഡോപ്പിംഗ്. രണ്ടാമത്തേതാണ് ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ്? ആഡിങ് ഇമ്പ്യൂരിറ്റീസ് into semiconductor to increase its conductivity. ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞതാണ്. ആഡിങ് ഇംപ്യൂരിറ്റീസ് into semiconductor to increase its conductivity is called doping. എന്താണ് ഡോപ്പിംഗ് എന്ന് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആഡിങ് impurities into a semiconductor crystal to increase its conductivity is called doping. ഇങ്ങനെ ഡോപ്പിംഗ് നടത്തുന്നതിന് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്, ഒന്നുകിൽ നാം ഉപയോഗിക്കുന്നത് 15th ഗ്രൂപ്പ് എലമെന്റുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 13th ഗ്രൂപ്പ് എലമെന്റുകളാണ്. ആരൊക്കെയാണ് 15th ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. ആരാണ് 13th ഗ്രൂപ്പ്? ബൊറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആണല്ലോ. യുനോ ഞാനൊരു 15th ഗ്രൂപ്പ് എലമെന്റ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്കിനെ എടുക്കുക. ആർസെനിക്കിന്റെ ഒരു ആറ്റത്തെ സിലിക്കണിന്റെ ക്രിസ്റ്റലിലേക്ക് ഇടിച്ചു കയറ്റിയാൽ ഈ മിഡിൽ സിലിക്കണിനെ തന്നെ പരിഗണിക്കുക, ഇത് തെറിച്ചു പോകും. തൽഫലമായിട്ട് ഇവിടെ ആര് വരുന്നു? ഒരു ആർസെനിക് വരുന്നു. ആരാണ് ആർസെനിക്?
5 electrons will be there in its outermost shell because it belongs to 15th group. 15ാം ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 4 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാൻ കൊടുത്ത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ടാകും. ഹെൻസ് ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതോടുകൂടി ആർസനിക് എന്ന ഇമ്പ്യൂരിറ്റി വന്നതോടുകൂടി ക്രിസ്റ്റലിൽ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവുകയും അതിന് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ കഴിയും. ഇതിനെയാണ് നാം വിളിക്കുന്നത് ഡോപ്പിംഗ്. ഇങ്ങനെ ഡോപ്പിംഗ് നടത്തുമ്പോൾ 15th ഗ്രൂപ്പ് ഉപയോഗിച്ചാൽ നമുക്കിവിടെ എക്സസ് ഇലക്ട്രോൺ വന്നു. ഈ എക്സസ് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ എക്സസ് വരുന്നത് കൊണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോണുകളുടെ സഹായത്താലാണ്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്താ വിളിച്ച പേര് മറക്കരുത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. Semiconductors in which negatively charged electrons are charge carriers due to doping are called n-type negative type semiconductor. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 15th ഗ്രൂപ്പ് എലമെന്റിന് പകരം ഇത്തരത്തിൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോൺ എക്സസ് ആയിട്ടുള്ള ഒരു ഇംപ്യൂരിറ്റിക്ക് പകരം ഈ 13ാം ഗ്രൂപ്പ് എലമെന്റ് ആണെങ്കിൽ ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഗാലിയം എടുത്തു, ബൊറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇതിൽ ഗാലിയത്തെ എടുത്തിട്ട് നമ്മൾ ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ, ബോറോണിനെ എടുത്ത് ഡോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ ഇവിടേക്ക് ബോറോൺ വരും. ഈ ബോറോൺ വരുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ആ 3 ഇലക്ട്രോൺ ഓരോ 3 നൈബറുകൾക്കും കൊടുക്കാനേ ഉള്ളൂ. ഒരാൾക്ക് മുമ്പിൽ ബോറോൺ പകച്ചു നിൽക്കും. അവിടെ ഇലക്ട്രോണിന്റെ ഒരു ഹോൾ രൂപപ്പെടും. ഇലക്ട്രോൺ ഇല്ലാത്തൊരവസ്ഥ. നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് 4 ഉണ്ടായിരുന്നു, വന്ന ആൾക്ക് 3 ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോൺ ഗ്യാപ്പ് വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഹോൾ. എന്താ വിളിച്ചത്? ഇലക്ട്രോൺ ഹോൾ എന്നാണ് വിളിക്കുക. ഈ ഹോളുകൾക്ക് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. കാരണം അത് ഇലക്ട്രോണിന്റെ ഒരു ഗ്യാപ്പ് ആയതുകൊണ്ട് ഇവ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാൻ സഹായിക്കും. ഇത്തരത്തിൽ ഡോപ്പിംഗ് നടത്തിയാൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാക്കാൻ 13th ഗ്രൂപ്പ് ഉപയോഗിക്കാം. എക്സസ് ഓഫ് ഇലക്ട്രോൺ 15th ഗ്രൂപ്പ്. എക്സസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ടൈപ്പ് ആണെന്ന് അറിയപ്പെടും. എന്നാൽ ഡെഫിഷ്യന്റ് ആണെങ്കിൽ അതറിയപ്പെടും പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അഥവാ പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ സെമി കണ്ടക്ടറുകളെ നമുക്ക് ഡോപ്പിംഗ് വഴി 2 തരത്തിൽ മാറ്റിയെടുക്കാം. ഒന്ന് നെഗറ്റീവ് ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, 2 പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഡോപ്പിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് 13th ഗ്രൂപ്പും എൻ ടൈപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് 15th ഗ്രൂപ്പുമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോപ്പിംഗ് നിങ്ങൾ ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫിസിക്സിൽ കൂടുതൽ നമ്മൾ പഠിക്കും. ഇനി ഒരു സെമി കണ്ടക്ടറിൽ തന്നെ ഒരു ഭാഗത്ത് നാം 13th ഗ്രൂപ്പും മറുഭാഗത്ത് നാം 15th ഗ്രൂപ്പും, ഒരു ഭാഗത്ത് 15th ഗ്രൂപ്പും മറുഭാഗത്ത് 13th ഗ്രൂപ്പ് എലമെന്റും ഉപയോഗിച്ച് ഡോപ്പ് ചെയ്താൽ ഇതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് 15th ഗ്രൂപ്പ് വരുന്ന ഭാഗം എൻ ടൈപ്പ് ആകും. അതേപോലെ 13th ഗ്രൂപ്പ് വരുന്ന ഭാഗം പി ടൈപ്പ് ആകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയോഡ് എന്നാണ്. ഡയോഡ്. അപ്പൊ ഡയോഡുകൾ നിർമ്മിക്കുന്നതും ഡോപ്പിംഗ് വഴി സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ചാണ്. അങ്ങനെ ഡയോഡുകൾ ഉണ്ടാകും. ഡയോഡുകൾ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഡയോഡുകൾ സാധാരണയായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു ഡയഗ്രാം വെച്ചിട്ടാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ആ പോസിറ്റീവ് ഭാഗമുണ്ട്, നെഗറ്റീവ് ഭാഗവുമുണ്ട് ഡയോഡുകൾക്ക്. ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എ റക്റ്റിഫയർ. സാധാരണയായിട്ട് നമ്മൾ ഈ ഡയോഡിനെ നാം റക്റ്റിഫയറായി റക്റ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നു. കൺവേർട്ടിംഗ് AC to DC ഈസ് കോൾഡ് റക്റ്റിഫിക്കേഷൻ. ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എ റക്റ്റിഫയർ. അപ്പോൾ ഡയോഡിന് ഉപയോഗമുണ്ട്, ഡോപ്പിങ്ങിനും ഉപയോഗമുണ്ട്. സിമിലർലി ഈ ഒരു സെമി കണ്ടക്ടറിൻ്റെ 3 പാർട്ടുള്ള സെമി കണ്ടക്ടർ ആക്കിയിട്ട് നമ്മൾ ഇതിനെ നിർമ്മിച്ചെടുത്താൽ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇവിടെ എന്നും ഇവിടെ പിയും ഇവിടെ എന്നും കൊടുത്താൽ ഇതിനെ നാം ട്രാൻസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ. ഇങ്ങനെ ഇലക്ട്രോണിക്സിൽ നാം 2 തരത്തിൽ ഉള്ള ട്രാൻസിസ്റ്ററുകളെ കേട്ടിട്ടുണ്ട്. നോക്കൂ,
NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. രണ്ട് തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകൾ നമുക്കറിയാം. NPN ട്രാൻസിസ്റ്റർ, PNP. NPN ട്രാൻസിസ്റ്ററിന് ആരോ മാർക്ക് നമ്മൾ മുകളിലേക്കാണ് ഇട്ടത്, PNPക്ക് നമ്മൾ താഴേക്കാണ് ഇടുക എന്ന വ്യത്യാസമാണുള്ളത്. ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ട്രാൻസിസ്റ്ററുകളൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിക്കും. ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ. നമ്മൾ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നു. ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് റേഡിയോ വേവ്സിലെ കാരിയർ വേവുകളായിട്ടാണ് റേഡിയോ നിലയങ്ങളിൽ നിന്ന് നമ്മുടെ സൗണ്ട് അടക്കമുള്ളത് വരുന്നത്. ഇവയെ വേർതിരിച്ചാണ് റേഡിയോ, ടെലിവിഷനൊക്കെ നമുക്ക് തരുന്നത്. ഈ വേർതിരിക്കുന്ന ഡിറ്റക്ഷൻ പ്രോസസ്സിന് നാം ട്രാൻസിസ്റ്ററുകൾ യൂസ് ചെയ്യും. ഇത് സെമി കണ്ടക്ടറുകളുടെ ലോകമാണ്. അപ്പോൾ കൃത്യമായിട്ട് വളരെ കൂടുതൽ ചോദ്യങ്ങളൊന്നും കെമിസ്ട്രിയിൽ ചോദിക്കാറില്ലെങ്കിലും നമ്മൾ ഫിസിക്സിൻ്റെ ഒരു പാർട്ടാണ് എങ്കിലും നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് എൻട്രൻസിന് പലപ്പോഴും കയറി വരാറുള്ളത് കൊണ്ട് ഓർമ്മിപ്പിച്ചു. സോളിഡ് സ്റ്റേറ്റിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കേൾക്കാനുള്ളതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഈച്ച് ആൻഡ് എവരി സബ്സ്റ്റൻസ് ഈസ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ്. ഏതൊരു ആറ്റത്തിലും ഉള്ള ഇലക്ട്രോണുകൾ ഒരു ഇറ്റ്സെൽഫ് ആക്ട്സ് ആസ് എ ടൈനി മാഗ്നറ്റ്, വളരെ ചെറിയൊരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം ഇലക്ട്രോണുകൾക്ക് രണ്ട് തരത്തിലുള്ള മോഷനുണ്ട്. ഒന്ന് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലിൽ കൂടി, നമുക്കറിയാം ഓർബിറ്റിൽ കൂടി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്നാണല്ലോ പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇലക്ട്രോൺസ് അവ നിൽക്കുന്ന അച്ചുതണ്ടിൽ സ്പിൻ ചെയ്യുന്നുണ്ട്, സ്പിൻ മോഷൻ. ഇപ്പം രണ്ട് തരത്തിൽ ഉള്ള മോഷനുകളാണ് ഇലക്ട്രോണുകൾക്കുള്ളത്. അതിലൊന്നാണ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്, അതിൽ രണ്ടാണ് സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് എ സബ്സ്റ്റൻസ് attributes to this two orbital motion of electron and spin motion of electrons. ഈ രണ്ട് മോഷനുകളാണ് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എറൈസ് ചെയ്യുന്നതിന് കാരണം. എമംഗ് ദീസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ സ്പിൻ തന്നെയാണ് ഏറ്റവും ഈ മാഗ്നറ്റിക് ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. ഇവിടെ നമ്മൾ അറിയേണ്ടത്, സാധാരണയായിട്ട് മാഗ്നറ്റിക് മൊമെന്റം നമ്മൾ അളക്കുന്നത് ബോർ മാഗ്നെറ്റോൺ BM എന്ന യൂണിറ്റിലാണ്. ബോർ മാഗ്നെറ്റോൺ ആയിട്ട് നമ്മൾ അളന്നെടുക്കുന്ന ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എല്ലാ സോളിഡുകൾക്കും നമുക്ക് കാണാൻ കഴിയും. സോളിഡുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ നാം 5ആയി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ്, ശ്രദ്ധിക്കണം, ഡയാമാഗ്നറ്റിസം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട ഒന്നാണ് +1-ൽ ഡയാമാഗ്നറ്റിസം. പ്രോപ്പർട്ടി ബൈ വിർച്യൂ ദാറ്റ് എ സബ്സ്റ്റൻസ് ഈസ് repelled, weakly repelled by a magnetic field is called diamagnetism. Property by virtue that a substance is weakly repelled, വികർഷിക്കപ്പെടുക, by a magnetic field is called diamagnetism. ഡയാമാഗ്നറ്റിസം സംഭവിക്കുന്നതിന് എന്താണ് കാരണം? നോക്കൂ, നമ്മളൊരു പുറത്തുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ടുവരുമ്പോൾ, ഏതൊരു മാഗ്നറ്റിക് ഫീൽഡിനും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകുമല്ലോ, നോർത്തും സൗത്തും എന്ന് കരുതുക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൽ ഇലക്ട്രോണുകൾ, നമുക്കറിയാം ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ ഇലക്ട്രോണുകൾ എല്ലാം തന്നെ പെയർഡാണ്. ഓൺലി പെയർഡ് ഇലക്ട്രോൺസ് ആർ ദർ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച നൈട്രജൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇവയുടെ ഒരു വലിയ പ്രത്യേകത, ഇത് ഡയാമാഗ്നറ്റിക് ആണ്. നൈട്രജൻ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഓർബിറ്റൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇതേപോലുള്ള ഏതൊരാളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അൺപെയർഡ് ഇലക്ട്രോണുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം എല്ലാം തന്നെ പെയർഡ് ആയിരിക്കും. ഈ പെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട്, ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇവ എല്ലാം തന്നെ പെയർഡായി സ്പിൻ മോഷൻ, ഒന്നിൻ്റേത് പ്ലസ് ആണെങ്കിൽ മറ്റേത് മൈനസ് ഓഫ് ആണ്, അത് ക്യാൻസൽ ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കുള്ള പ്രധാന കാരണം സ്പിൻ മോഷൻ ആണല്ലോ. ഈ സ്പിൻ മോഷനുകൾ ഓപ്പോസിറ്റ്ലി ഉള്ളത് കൊണ്ട് തന്നെ അത് ക്യാൻസൽ, അതുകൊണ്ട് മാഗ്നറ്റിക് മൊമെന്റം എറൈസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ മാഗ്നറ്റിക് മൊമെന്റം ഇല്ല. പക്ഷെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതിൽ വീക്കായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കപ്പെടും അവൻ്റെ സ്വാധീനം കൊണ്ട്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ ഇത് നോർത്തും ഇത് സൗത്തും ആയിട്ടാണ് വരിക. തൽഫലമായിട്ട് സെയിം പോളുകൾ റിപ്പൽ ചെയ്യും എന്ന് നിങ്ങൾ പഠിച്ചല്ലോ.
അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ റിപ്പൾഷൻ ഉതകുന്ന തരത്തിലുള്ള ആ ഒരു മാഗ്നറ്റിസമാണ് അതിൽ എറൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് റിപ്പൽ ചെയ്യപ്പെടും. ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ് വാട്ടർ. മറക്കരുത്, സോഡിയം ക്ലോറൈഡ്, കല്ലുപ്പ് എന്നൊക്കെ നമ്മൾ വിളിച്ച സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ C6H6, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച നൈട്രജൻ മോളിക്യൂളിനെ നമ്മളൊരു സോളിഡ് ആക്കിയാൽ നമുക്ക് പറയാം നൈട്രജൻ. All these are examples for those substances which shows diamagnetism. Property by virtue that a substance is weakly repelled by a magnetic field is called diamagnetism. എന്നാൽ ചില സബ്സ്റ്റൻസുകൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അടുത്തേക്ക് കൊണ്ടുവന്നാൽ they may get attracted by a magnetic field. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമാഗ്നെറ്റിസം. വിളിച്ച പേര് മറക്കരുത്, പാരാമാഗ്നെറ്റിസം. Property by virtue that a substance is weakly attracted by a magnetic field. Property by virtue that a substance is weakly attracted by a magnetic field is called paramagnetism. Paramagnetism arises due to the presence of unpaired electron with it. Unpaired ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് പാരാമാഗ്നറ്റിസം എറൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് പാരാമാഗ്നറ്റിസം എന്ന് കിട്ടിയല്ലോ. Property by virtue that a substance is weakly attracted by a magnetic field. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കൊണ്ടുവരുമ്പോൾ ഇത് നോർത്തും ഇത് സൗത്തുമാണ് നമ്മുടെ മാഗ്നറ്റിൻ്റെതെങ്കിൽ ഇത് സൗത്തും ഇത് നോർത്തുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ എറൈസ് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ അതേ ഡയറക്ഷനിലാണ്, നോർത്ത് സൗത്ത്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആളുകൾ അടുത്തുള്ളത് കൊണ്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം കാണിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ പാരാമാഗ്നറ്റിസം കാണിക്കുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. നമ്മൾ മറന്നിട്ടില്ല കഴിഞ്ഞ വർഷം പഠിച്ചത്. മറ്റൊന്നാണ് Cu2+, വേറൊന്നാണ് Fe3+, വേറൊന്നാണ് Cr3+. ഇത് അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടോ അത് പാരാമാഗ്നറ്റിസം കാണിക്കും. അപ്പോൾ എന്താണ് ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും എന്ന് പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു മാഗ്നറ്റിസമാണ് ഫെറോമാഗ്നറ്റിസം. ശ്രദ്ധിക്കണം, എന്താണത്? ഈച്ച് ആൻഡ് എവരി സബ്സ്റ്റൻസ്, ഏതൊരു സബ്സ്റ്റൻസും ഒരുപാട് ആറ്റങ്ങൾ അതിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസ് ഒരുപാട് ന്യൂക്ലിയസുകളും ഒരുപാട് ഇലക്ട്രോണുകളും ചേർന്നതാണല്ലോ. ഈ സബ്സ്റ്റൻസിൽ ഓരോ ഇലക്ട്രോണുകളും നമുക്കറിയാം ചെറിയൊരു മാഗ്നറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയൊരു ഏരിയ ഒരു സബ്സ്റ്റൻസിൽ എടുത്താൽ അതിനെ നമുക്കൊരു മാഗ്നറ്റിക് ഡൊമൈൻ എന്ന് വിളിക്കാം. ഇറ്റ്സെൽഫ് ഈസ് എ ടൈനി മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഡൊമൈൻ, ഇങ്ങനെ ഒരുപാട് മാഗ്നറ്റിക് ഡൊമൈനുകൾ ചേർന്നതാണ് എല്ലാ സബ്സ്റ്റൻസുകളും. നാം ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഫെറോമാഗ്നറ്റിസം ഉള്ള സബ്സ്റ്റൻസിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. കൊണ്ടുവരുമ്പോൾ ഇവ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. Property by virtue that a substance is strongly attracted by a magnetic field is called ferromagnetism. Ferromagnetism എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിസത്തിന്റെ ഒരു രൂപം തന്നെയാണ്. പാരാമാഗ്നറ്റിസത്തിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. ഈ അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് അതിനൊരു അട്രാക്ഷൻ നേച്ചർ എറൈസ് ചെയ്തു. എന്നാൽ അത് കൂടിയ തരത്തിലാവുമ്പോൾ അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഫെറോമാഗ്നറ്റിസം. Property by virtue that a substance is strongly attracted by a magnetic field. ഈ ഫെറോമാഗ്നറ്റിസം കാണിക്കുമ്പോൾ മാഗ്നറ്റിക് ഡൊമൈനുകൾ ഒരു സബ്സ്റ്റൻസിൽ ഉള്ള അതിലുള്ള മാഗ്നറ്റിക് ഡൊമൈനുകളെല്ലാം തന്നെ ഒരു പ്രത്യേക ദിശയിൽ അറേഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ഇഫക്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്ട്രോങ്ലി അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഫെറോമാഗ്നറ്റിസത്തെ കാണിക്കുന്നതിന് മാഗ്നറ്റിക് ഡൊമൈനുകളുടെ ഒരേ തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ്, അലൈൻമെന്റ് ആണ് നമ്മൾ കാണിക്കാറുള്ളത്. സോ ദിസ് ഷോസ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഡൊമൈനുകളുടെ അറേഞ്ച്മെന്റ്. എന്നാൽ ഇതിന് മികച്ച എക്സാമ്പിൾ ആണ് അയൺ. നിങ്ങൾക്കറിയാം, ഇരുമ്പ്, കൊബാൾട്ട്, നിക്കൽ. നിങ്ങൾ അൽനിക്കോ എന്ന് കേട്ടതിലുള്ള പ്രധാന ഘടകങ്ങളാണത്. മറ്റൊന്നാണ് CrO2, വേറൊന്നാണ് ഗാഡോലീനിയം. All these are best examples for ferromagnetic substances. Substances which may change into strong magnet in a magnetic field, and after the removal of magnetic field it sustains its magnetic ability. This is called ferromagnetism, and the alignment of magnetic domains can be shown like this. And the fourth one is നാലാമത്തേതാണ് ആന്റി ഫെറോമാഗ്നറ്റിസം.
ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. എന്താണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ആൻറ്റി ഫെറോ നേരെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. ആൻറ്റി ഫെറോ മാഗ്നറ്റിസത്തിൽ സാധാരണയായിട്ട് സബ്സ്റ്റൻസുകൾ നമുക്ക് കാണാൻ കഴിയുക ഇവയിലെ മാഗ്നറ്റിക് ഡൊമൈനുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാഗ്നറ്റിക് ഡൊമൈനുകൾ ഉണ്ട്. ഈ മാഗ്നറ്റിക് ഡൊമൈനുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരേ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ഫെറോ മാഗ്നറ്റിസം. എന്നാൽ ചിലപ്പോൾ ഇവ അറേഞ്ച് ചെയ്യപ്പെടുന്നത് ഒന്നിന് വിപരീതമാണ് മറ്റൊന്ന് എങ്കിൽ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഡൊമൈനുകൾ ഒന്നിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇവ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റം എന്തായിരിക്കും? 0 ആയിരിക്കും. സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മാംഗനീസിൻ്റെ ഓക്സൈഡ് MnO. MnO ഒരു മികച്ച എക്സാമ്പിളാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക്. എന്താണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്ന് മനസ്സിലായോ? പ്രോപ്പർട്ടി ബൈ വിർച്യൂ ദാറ്റ് എ സബ്സ്റ്റൻസ് ഈസ് നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മേ നോട്ട് ചേഞ്ച് ഇൻ ടു എ മാഗ്നറ്റ്. സോ ദാറ്റ് ബിക്കോസ് the magnetic domains are equally arranged in opposite directions so that they get cancelled each other. Hence net magnetic momentum will be 0. MnO is best example. And the fifth one is ferrimagnetism. എന്താണ് ഫെറിമാഗ്നറ്റിസം? നമ്മൾ പറഞ്ഞു ഏതൊരു സബ്സ്റ്റൻസിനെയും ഒരുപാട് മാഗ്നറ്റിക് ഡൊമൈനുകൾ ഉള്ളതായി കണക്കാക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ ഇത് ഈക്വലായിട്ട് ഒരേപോലെ അറേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ഫെറോ മാഗ്നറ്റിസം ഉണ്ടായി. എന്നാൽ ഈക്വലായിട്ട് ഓപ്പോസിറ്റ്ലി അറേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ആന്റി ഫെറോ മാഗ്നറ്റിസം ഉണ്ടായി. എന്നാൽ ചിലപ്പോഴേ അൺഈക്വലായിട്ടായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ഇത് അലൈൻ ചെയ്യപ്പെടുന്നത്. ഇൻ സച്ച് കേസസ് നമ്മൾ നോക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് മൊമെന്റം കിട്ടേണ്ടത് വളരെ കൂടുതലാണ് ഇവർ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടാൽ. പക്ഷേ ചിലരെങ്കിലും ഓപ്പോസിറ്റായി അറേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവയുടെ ഒരു ക്യാൻസലേഷൻ അവിടെ നടക്കും. തൽഫലമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാഗ്നറ്റിക് മൊമെന്റം കിട്ടാതെ വരും. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫെറിമാഗ്നറ്റിസം. Property by virtue that a substance gets a magnetic momentum less than expected due to the alignment of magnetic moments unequally. So net cancellation is not there. Total cancellation is not there. This is called ferrimagnetism. Ferrimagnetism കാണിക്കുന്ന സബ്സ്റ്റൻസിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് Fe3O4. നിങ്ങൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാഗ്നറ്റൈറ്റ് കേട്ടത് Fe3O4 ആയിരിക്കും. അതുപോലെ തന്നെ MgFe2O4, Mg മെഗ്നീഷ്യത്തിൻ്റെ MgFe2O4, അതുപോലെ സിങ്ക് ZnFe2O4. ഓൾ ദീസ് ആർ എക്സാമ്പിൾ ഫോർ ദോസ് ഷോവിങ് ഫെറിമാഗ്നറ്റിസം. ഈ ഒരു അലൈൻമെന്റ് മക്കളെ നിങ്ങൾ കൃത്യമായിട്ട്, ഇത് മാഗ്നറ്റിക് ഡൊമൈനുകളുടെ അറേഞ്ച്മെന്റ് ആണ്, അലൈൻമെന്റ് ആണ്. ഇത് ഇലക്ട്രോൺ പെയറുകളുടെ അലൈൻമെന്റ് ആണ് ആദ്യത്തെ 2 കേസ്. ഇതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടികൾ 5 തരത്തിലുള്ളത്. വീഡിയോ വീണ്ടും കാണുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടുകൂടി നാം പഠിച്ചു തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സോളിഡ് സ്റ്റേറ്റ് എന്ന ടോപ്പിക് ഈ ഒരു 6ാമത്തെ ഭാഗത്തോടു കൂടി നമ്മൾ പൂർണ്ണമാവുകയാണ്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾ ചെയ്ത് നോക്കുകയും അതേപോലെ എൻട്രൻസിൽ ഒരുപാട് സാധ്യതകളുള്ള ക്വസ്റ്റ്യനുകൾ അടങ്ങിയ ഒരു ഏരിയ എന്നതുകൊണ്ട് ഒരു എൻട്രൻസ് ഡിസ്കഷനിലേക്ക് വേണ്ട ചില പാർട്ട് അത് നമ്മൾ എൻട്രൻസുമായി ഡിസ്കഷനിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത്. ഈ കണ്ടന്റ് ആദ്യം നിങ്ങൾ ആർജിച്ചെടുക്കുക, എന്നിട്ടതിലെ ഹയർ സെക്കൻഡറിക്ക് വേണ്ട ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ അടക്കമുള്ളത് വളരെ കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക. ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് എക്സസൈസുകളുണ്ട്. ഓരോ എക്സസൈസുകളും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്ത് എഴുതിയെടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞതായി അറിയിക്കുന്നു.